പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇങ്ങനെ വരയ്ക്കുന്ന പത്താമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? എങ്ങനെ വരയ്ക്കുന്നത്? കണ്ടോ, ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ? ഒന്ന്, രണ്ടാമത്തെ ത്രികോണം, മൂന്നാമത്തെ ത്രികോണം, നാലാമത്തെ ത്രികോണം, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരച്ചിട്ട് എത്രാമത്തെ ത്രികോണം? 10th ട്രയാങ്കിൾ. പത്താമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളമാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. നമുക്കറിയാം 1 മുതൽ 4 വരെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. അത് കാണാത്തവർ ഒന്നും കൂടെ കണ്ടു നോക്കുക. അപ്പൊ ഇത് ഈസി ആയിരിക്കും. എങ്ങനെയാ കാണാൻ നോക്കിയേ. ആദ്യത്തെ ട്രയാങ്കിൾ ശ്രദ്ധിച്ച്, ആദ്യത്തെ ട്രയാങ്കിളിന്റെ ലംബവശം തന്നിട്ടുണ്ട്, പാദം തന്നിട്ടുണ്ട് അല്ലെ, ആൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ബേസ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം, കർണം കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നോക്കിയേ, ഈ ആദ്യത്തെ ട്രയാങ്കിളിന്റെ കർണമാണ് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ എന്തെന്ന് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബവശം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ലംബവശം പാദം കിട്ടി നമുക്ക് മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ കർണം കണ്ടുപിടിക്കാം. ഈ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ കർണമാണ് മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ എന്തെന്ന് ലംബവശം. അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് അവസാനം എത്രാമത്തെ ട്രയാങ്കിൾ കണ്ടുപിടിക്കണം? 10ാമത്തെ ട്രയാങ്കിളിന്റെ വശങ്ങൾ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? എങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഏതാ, പൈതഗോറസ് സിദ്ധാന്തം അല്ലെ. പൈതഗോറസ് തിയറം ഓർ ഇല്ലെങ്കിൽ എന്ത് പറയാം, പൈതഗോറസ് സിദ്ധാന്തം അല്ലേ. നോക്കിയേ, എന്താ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാല്? കർണം സ്ക്വയർ അല്ലേ. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. നമുക്ക് കുറേ ചെയ്തു. ഒരു ത്രികോണം വെച്ച് ചെയ്തു, 2 ത്രികോണം വെച്ച് ചെയ്തു, ഇപ്പൊ 4 ത്രികോണം വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വശങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എത്രാമത്തെയാ? 10ാമത്തെ ത്രികോണമാണ്, അല്ലെങ്കിൽ 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ അല്ലേ, ഫസ്റ്റ് ട്രയാങ്കിൾ. ഞങ്ങൾ ഒന്നാമത്തെ ത്രികോണം ഫസ്റ്റ് ട്രയാങ്കിൾ എടുത്തു. നോക്കേ, എന്താ പാദം? പാദം എന്ന് പറയുന്നത് 1, ലംബം എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേ. അതെ. അപ്പൊ ഇവിടെ കൊടുത്താലോ എന്ത് കിട്ടും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പോ കർണം സ്ക്വയർ എന്താണ്? 2 ആണ്. കർണം എന്തായിരിക്കും? കർണം എന്ന് പറയുന്നത് എത്രയാ? √2 അല്ലേ. ഇതിന്റെ സ്ക്വയർ പോകുമ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ എന്ത് വരും? √2 വരും. ഇനി നോക്കാം സെക്കൻഡ് ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ വശം എന്തൊക്കെയാ? ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞത്, വശങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കിയേ, 1 1 √2 അല്ലേ. ലംബം പാദം കർണം അല്ലേ. സോറി, ലംബം പാദം കർണം. ഇത് നോക്കിയേ സെക്കൻഡ് ട്രയാങ്കിൾ. സെക്കൻഡ് ട്രയാങ്കിൾ എങ്ങനെ വരും നോക്കാം നമുക്ക്. സെക്കൻഡ് ട്രയാങ്കിൾ ഇതേപോലെ എഴുതുന്നുണ്ടെന്ന്. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ. നമുക്കറിയാം ഇതിന്റെ ലംബവശം കിട്ടിയില്ലേ, എത്രയാണ്? √2. അപ്പൊ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ലംബവശം എങ്ങനെ കിട്ടി? ആദ്യത്തെ ത്രികോണത്തിന്റെ കർണമാണ് രണ്ടാമത്തെ ത്രികോണത്തിന്റെ ലംബവശം. അപ്പൊ എങ്ങനെ നോക്കാം? ലംബവശം എന്താ? √2 അല്ലേ. √2 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ത് കിട്ടും? √2ന്റെ സ്ക്വയർ എന്താ? 2 ആയിരിക്കും അല്ലേ. 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3. പിന്നെ നോക്കേ, കർണം സ്ക്വയർ എന്നത് എത്രയാണ്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 അല്ലേ. അപ്പൊ കർണം എന്തായിരിക്കും? കർണം സമം എന്താ? √3 അല്ലേ. കർണം സമം √3. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ വശങ്ങൾ ഏതെല്ലായിരിക്കും നോക്കിയേ. വശങ്ങൾ ഈക്വൽ ടു എന്താ? പാദം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുത്തു? 1 അല്ലേ. പാദം എന്ന് പറഞ്ഞത് 1 ആണ്. ലംബവശം എന്ന് പറഞ്ഞത് √2 ആണ്. കർണം എത്ര കിട്ടി? √3 കിട്ടി അല്ലേ. നേരത്തെ വശം ശ്രദ്ധിച്ചേ. പാദം എന്ന് പറഞ്ഞത് 1, ലംബം എന്ന് പറഞ്ഞത് 1, കർണം √2. ഇവിടെയോ വശങ്ങൾ നോക്കിയേ, പാദം 1 തന്നെ, ലംബം എത്രയാ? √2 ആണ്, കർണം √3. പിന്നെ മൂന്നാമത്തൊന്നും കൂടി ചെയ്ത് നോക്കാം. തേർഡ് ട്രയാങ്കിൾ ഓക്കെ. ആദ്യം തന്നെ എഴുതി. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ. ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ
ഇവിടുത്തെ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറഞ്ഞാൽ എത്രയാണ് √3 അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ലംബവശം ഏതായിരിക്കും? √3 ആയിരിക്കും. ഒന്ന് നോക്കാം. √3 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടും. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 തന്നെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? കർണം സ്ക്വയർ ഈക്വൽ ടു 4. അപ്പോൾ കർണം എന്തായിരിക്കും? കർണം എന്ന് പറയുന്നത് √4 ഈസ് ഈക്വൽ ടു 2. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വശങ്ങൾ ഇരിക്കൂടെ? വശങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വശങ്ങൾ ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഒന്നേതാ? √3 അല്ലേ. ആദ്യം പാദം എഴുതാം. പാദം 1 ലംബം എന്ന് പറഞ്ഞാൽ എത്രയാ? √3. കർണം എന്ന് പറയുന്നത് √4 എന്ന് പറയുമ്പോൾ എത്രയാ? 2 അല്ലേ? അതെ. ഇനി നമുക്കൊന്ന് നാലാമത്തെ കൂടി ചെയ്തു നോക്കാം. നാലാമത്തെ ഇത് മാറ്റട്ടെ. എന്താ നാലാമത്തെ ട്രയാങ്കിൾ? ഫോർത്ത് ട്രയാങ്കിൾ അല്ലേ. ഫോർത്ത് ട്രയാങ്കിൾ ശ്രദ്ധിച്ചോ. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ. എന്താണ് ലംബം സ്ക്വയർ? ഓക്കെ, ലംബം സ്ക്വയർ എന്ന് പറയുന്നത് നാലാമത്തെ മൂന്നാമത്തെ അല്ലേ. മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ കർണം എത്രയാണ് നമുക്ക് കിട്ടിയത്? 2. അപ്പോൾ ഇടുന്നിടാം 2. അപ്പോൾ എന്തായിരിക്കും? 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്ര കിട്ടും? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5. ഇതെന്താണ്? കർണം സ്ക്വയർ അല്ലേ. ഇത് എന്ന് പറയുന്നത് കർണം സ്ക്വയർ ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? കർണം. അപ്പോൾ കർണം സമം കർണം ഈക്വൽ ടു എന്ത് കിട്ടും? √5. അപ്പൊ നാലാമത്തെ വശങ്ങൾ ഏതൊക്കെയാ? വശങ്ങൾ ഈക്വൽ ടു പാദം 1 തന്നെ, പിന്നെയോ ലംബത്രയാ 2, കർണം എന്ന് പറയുന്നത് √5. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ 2 എന്നതിനേക്കാൾ എന്ത് കൊടുക്കാം? √4 എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? √4 എന്നുള്ളത്. √4 നമുക്കറിയാം എത്രയാണ്? √5 അല്ലേ. ഇവിടെ വേണമെങ്കിൽ എന്തെടുക്കാം? √4 ഈക്വൽ ടു 2 എന്ന് എടുത്തു. ഇതെത്ര കിട്ടി? ഇതിന്റെ കാരണം √5. ഒന്ന് ആ വശങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങനെയാണ് നമുക്ക് വശങ്ങളെല്ലാം കിട്ടിയത്? ഇതാ ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് ഒന്നാമത്തെ വശം എങ്ങനെയാണ് കിട്ടിയത്? 1, 1 √2 അല്ലേ. സെക്കൻഡ് ട്രയാങ്കിളോ? സെക്കൻഡ് ട്രയാങ്കിൾ എങ്ങനെ കിട്ടിയത്? 1 √2 √3 അല്ലേ. തേർഡ് ട്രയാങ്കിളോ? തേർഡ് ട്രയാങ്കിൾ എന്ന് 1 എങ്ങനെയാ? √3 √4 അല്ലേ. ഫോർത്ത് ട്രയാങ്കിളോ? ഫോർത്ത് ട്രയാങ്കിൾ എന്നത് 1 പിന്നെന്ത് വരും? √4 √5 അല്ലേ. ഓക്കെ, ഇതൊരു ഓർഡറിലാണ് പോകുന്നത്. ആദ്യം 1, 1 √2, പിന്നെ ഈ √2 ലംബവശമായി വന്നു. ഇതിനേക്കാൾ 1 കൂടിയതാണ് ഇതിന്റെ കാരണം. അടുത്തത് വരുമ്പോഴോ ഈ പാതെല്ലാം എല്ലാത്തിനും സെയിം തന്നെയാണ്. പക്ഷെ ലംബവും കർണം നോക്കിയേ. ലംബം എന്ന് പറഞ്ഞാൽ ഇവിടെ √3 ആണെങ്കിൽ ഇതിനേക്കാൾ 1 കൂടിയതാണ് കർണം √4. പിന്നെ അടുത്തത് നോക്ക്. നാലാമത്തെ ത്രികോണത്തിലാണെങ്കിലോ പാദം 1 തന്നെ നോക്കിയേ. ലംബവശം √4 ആണ്, കർണം എത്രയാണ്? √5. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തത് എങ്ങനെയായിരിക്കും നോക്കിയേ? 1 √5 √6 ആയിരിക്കൂലേ? ആയിരിക്കും. ഇനിയോ അങ്ങനെയാണെങ്കിൽ ആറാമത്തതോ? ആറാമത്തെ ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? സിക്സ്ത് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കണ്ടുപിടിച്ചൂടെ ഈസി ആയിട്ട്? എങ്ങനെയാ? വശങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? പാദം സെയിം തന്നെയായിരിക്കും. എത്രയാ? √6 നിന്നത്. അപ്പൊ 6 √7 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒമ്പതാമത്തെ എത്രയായിരിക്കും? നയൻത് ട്രയാങ്കിൾ. നയൻത് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഓക്കെ വശങ്ങൾ എന്ന് പറയുന്നത് വശങ്ങൾ ഈക്വൽ ടു എങ്ങനെ വരും? 1 അല്ലേ. ഇവിടെ എന്ത് വരും? √9 √10 അല്ലേ. അതേപോലെ പത്താമത്തെയോ? 10th ട്രയാങ്കിളോ? 10th ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഓക്കെ വശങ്ങൾ ഈക്വൽ ടു 1 √10 √11. മനസ്സിലായില്ലേ? നമ്മൾ എത്രാമത്തെ ട്രയാങ്കിളോ എടുക്കുന്നത്
അതാണ് നമുക്ക് ലംബവശമായിട്ട്, അതിന്റെ റൂട്ടാണ് നമുക്ക് ലംബവശമായിട്ട് കിട്ടുന്നത്. അതിനേക്കാൾ ഒന്ന് കൂടിയതാണ് അതിന്റെ കാരണം. മനസ്സിലായില്ലേ? അപ്പൊ 10ാമത്തെ ട്രയാങ്കിളിന്റെ വശങ്ങൾ ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്? 1ഉം √10ഉം √11. മനസ്സിലായില്ലേ? അതെല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞേ. ഇങ്ങനെ വയ്ക്കുന്ന 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ആകെ 4 ചെയ്യേണ്ടി വന്നിട്ടു അതിന്റെ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തെക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ? 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടുപിടിച്ചു, 9ാമത്തെ ത്രികോണത്തിന്റെയും വശങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തെക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? അപ്പൊ എന്ത് ചെയ്യണം? 10ാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം, 9ാമത്തെ ത്രികോണത്തിന്റെയും ചുറ്റളവ് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. മനസ്സിലായില്ലേ? ചെയ്ത് നോക്കാം. ഓക്കെ, 10ാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവ് അല്ലേ? ചുറ്റളവ് ഈസ് ഈക്വൽ ടു എന്താ? നമുക്കറിയാം, വശം കൂട്ടണം വശമല്ലേ ട്രയാങ്കിളിന്റെ ചുറ്റളവ് കാണുന്നത്. അപ്പൊ ഏതൊക്കെയാ വശങ്ങൾ? 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാ? 10th ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? 1ഉം √10ഉം √11. അപ്പൊ എങ്ങനെ വരും? 1 + √10 + √11. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് ഏതാ? 9ാമത്തെ അല്ലേ? 9ാമത്തെ ത്രികോണത്തിന്റെ എന്താ? ചുറ്റളവ്. 9ാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവ് അല്ലേ? ഏതൊക്കെയാ? 9ാമത്തെ ട്രയാങ്കിളിന്റെ വശങ്ങൾ ഏതൊക്കെയാ? വശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? നോക്കിയേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 9ാമത്തെ ഈ എണ്ണമാണ് ഈ ട്രയാങ്കിൾ 9ാമത്തെ ട്രയാങ്കിളിന്റെ ലംബവശമായി വരുന്നത്. അപ്പൊ എങ്ങനെ എടുക്കാം? 1 √9, പിന്നെ അതിലേക്ക് ഒന്ന് കൂടിയതാണ് നിന്ന് കാരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെ വരും? 1 + √9 + √10. ഇതെന്ത് കണ്ടാൽ മതി? ഇതിന്റെ വ്യത്യാസം കണ്ടാൽ മതി. എങ്ങനെ വ്യത്യാസം കാണാൻ നോക്കിയേ? വ്യത്യാസം ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ? 1 √10 + √11 മൈനസ് എത്രയാ? 1 + √9 + √10. എത്ര കിട്ടും നോക്കിയേ? ഇതൊക്കെ ഇവിടെ 1 ആണ്, -1 ആണ്. അപ്പൊ ഇതിൽ നിന്ന് കട്ടായി പോയി അല്ലേ? 1 പോയാൽ എത്ര? 1 - 1 അപ്പൊ അത് 0 ആയി പോയി. പിന്നെ എത്രയുള്ളത്? √10 - √9, പിന്നെന്താ? +√11 ഉണ്ട്, പിന്നെ +√10 ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ √10 ഉണ്ട്. ഇവിടെ എന്ത് വരും? പ്ലസ് അല്ല, കാരണം എന്താ? ഇവിടെ മൈനസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വരിക? നോക്കിയേ, -9 അല്ലേ? ഈ ബ്രാക്കറ്റിനകത്തേക്ക് അല്ലേ? ബ്രാക്കറ്റിന് പുറത്താണ് എന്തുള്ളത്? മൈനസ് ഉള്ളത്. അപ്പൊ ഈ മൈനസ് അകത്തേക്ക് എടുക്കണം. നമ്മൾ നേരത്തെ ഇത് ഒന്നിനെ എങ്ങനെ കട്ടാക്കിയത്? 1 - 1 അല്ലേ? അതുകൊണ്ട് അത് 0 ആയി പോയത്. നോക്കിയേ, ഇവിടെ √10 പ്ലസ് ആണ്, ഇവിടെയോ മൈനസും പ്ലസും ചേർന്ന് എന്താവും? മൈനസ് ആവും അല്ലേ? ഇവിടെ ബ്രാക്കറ്റിന് പുറത്തായി മൈനസ് ഉള്ളത്, അതുകൊണ്ട് ഈ മൈനസും പ്ലസും ചേർന്ന മൈനസ് ആവും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ -10 വരും. അപ്പോൾ ഈ 10ഉം ഈ 10ഉം കട്ടായി പോയി. ബാക്കി എന്തേ ഉള്ളൂ? -√9 + √11. ഇതെങ്ങനെ എഴുതാം? √11 - √9. ഇത് ശ്രദ്ധിച്ചേ, √9 ഒക്കെ നമുക്കറിയില്ലേ? എത്രയാ? √11 - 3. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഒരു 10ാമത്തെ ത്രികോണത്തിന്റെയും 9ാമത്തെ ത്രികോണത്തിന്റെയും ചുറ്റളവ് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലംബവശങ്ങൾ √2 സെന്റിമീറ്റർ √3 സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം എത്രയാണ്? ലംബവശങ്ങളുടെ തുക കർണത്തെക്കാൾ എത്ര കൂടുതലാണ്? എന്താ ക്വസ്റ്റ്യൻ? ഒന്നും കൂടെ പറയാം. ലംബവശങ്ങൾ √2 √3 സെന്റിമീറ്റർ അല്ലേ? നമ്മൾ ഒരു മട്ടത്രികോണം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ലംബവശങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ഇതും പിന്നൊന്ന് ഇതും അല്ലേ? അപ്പൊ ഇത് √3, ഇത് എത്രയാണ്? √2 അല്ലേ? എന്താ കാണാൻ പറഞ്ഞത്?
കർണാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതുകൂടാതെ തന്നെ ഒന്നും കൂടെ കണ്ടുപിടിക്കണം. എന്താ? ലംബവശങ്ങളുടെ തുക കർണത്തെക്കാൾ എത്ര കൂടുതലാണ്. അപ്പോൾ എത്ര കൂടുതലാണെന്ന് പറയുമ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അവ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ലംബവശങ്ങൾ കൂട്ടിയിട്ട് കർണത്തിൽ നിന്ന് കുറച്ചാൽ മതി. ഇനി നമുക്ക് ഉത്തരം ചെയ്യാം. ശ്രദ്ധിച്ചോ, ഏത് ഇക്വേഷൻ അല്ലെങ്കിൽ ഏത് സമവാക്യം ഉപയോഗിക്കുന്നത്? നമുക്കറിയാം പൈതഗോറസ് തിയറം അല്ലേ, അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം. അപ്പൊ എങ്ങനെ എഴുതാം? പൈതഗോറസ് തിയറം, അല്ലെങ്കിൽ എന്താ പറയാ? പൈതഗോറസ് സിദ്ധാന്തം. എന്താ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാല്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് എന്താണ്? എന്താ? ബേസ് സ്ക്വയർ അല്ലേ, ബേസ് സ്ക്വയർ. ഇതിന്റെ മലയാളം എഴുതാ എന്താ? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ. ഇതൊക്കെ നമുക്ക് കുറേ പ്രാവശ്യം പറഞ്ഞു പഠിച്ചു. നോക്കാം. ലംബം നമുക്കറിയാം എത്രയാണ്? ലംബം എന്ന് പറയുന്നത് √3 ആണ്. അപ്പൊ √3 സ്ക്വയർ പ്ലസ് പാദം എന്ന് പറഞ്ഞതോ √2 സ്ക്വയർ. എന്നിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സംഖ്യയുടെ റൂട്ടിന്റെ സ്ക്വയർ എടുത്താൽ എന്നിട്ടും അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പൊ എങ്ങനെ എഴുതാം? 3 പ്ലസ് ഇവിടെയോ 2 ഈസ് ഈക്വൽ ടു 5. അപ്പൊ എന്താ? കർണം സ്ക്വയർ അല്ലേ, കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു 5. കർണം എന്തായിപ്പോ? കർണം ഈസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ട് 5. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കർണം കിട്ടി എത്രയാണ്? √5 അല്ലേ? അതെ, നമുക്കറിയാം. ഇനി എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? ലംബവശങ്ങളുടെ തുക കർണത്തെക്കാൾ എത്ര കൂടുതലാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ലംബവശങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ലംബവശങ്ങളുടെ തുക അല്ലേ, തുക എന്ന് പറഞ്ഞതായിരിക്കും. ലംബവശങ്ങളിലൊക്കെ √3 √2 അല്ലേ, അപ്പൊ √3 പ്ലസ് √2. നമുക്കറിയാം √3ന്റെ വാല്യൂ എത്രയാ? പഠിച്ചിരിക്കണം കേട്ടോ. √3ന്റെ വാല്യൂ 1.732 പ്ലസ് √2 നമുക്കറിയില്ലേ 1.414. കൂട്ടി നോക്കിയാലോ എത്ര കിട്ടും? കൂട്ടി നോക്കാം. ഇവിടെ എത്രയാ? 1.732 പ്ലസ് 1.414 അല്ലേ? ഇനി കുട്ടിയെ എത്ര? 4 കൂട്ടുന്നുണ്ട് എത്ര? 6. 3 1 4. 7 4 കൂട്ടി എത്ര? 11 അല്ലേ? ശിഷ്ടം 3 ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ 1 2 3 അല്ലേ? ഇവിടെ ഒരു പോയിന്റ് ഇടാൻ പോയിന്റ് ഇട്ടു. അപ്പൊ എത്രയാണ്? 3.146 ആണ് ലംബവശങ്ങളുടെ തുക. ഇനി എന്ത് കാണണം? വ്യത്യാസം കാണണം അല്ലേ? അപ്പോൾ വ്യത്യാസം ഈസ് ഈക്വൽ ടു ഈ തുകയിൽ നിന്ന് √5 കുറച്ചാൽ പോരെ. അപ്പോൾ 3.146 മൈനസ് √5. എത്ര √5ന്റെ വാല്യൂ? √5ന്റെ വാല്യൂ എത്രയാ? √5 ഈസ് ഈക്വൽ ടു 2.236. അപ്പോൾ ഏകദേശം ഒരു 5 വരെ എന്ത് ചെയ്യണം? നിങ്ങൾ വാല്യൂ റൂട്ടിന്റെ വാല്യൂ പഠിച്ചിരിക്കണം. നോക്കാം. 2.236. 3.146 എത്ര കുറക്കണം? 2.236 നമുക്ക് കുറക്കാം. ശ്രദ്ധിച്ചോ? 3.146 മൈനസ് 2.236 കുറച്ചാലോ? 6 6 കുറച്ചാൽ 0. 4 3 കുറച്ചാൽ എത്രയാണ്? 1 അല്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ, 1ൽ നിന്ന് 2 കുറക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? തൊട്ടടുത്ത സംഖ്യയിൽ നിന്ന് കടമെടുക്കണം അല്ലേ? എന്താ തൊട്ടടുത്ത സംഖ്യ? 3. 3 1 കടമെടുത്തു. അപ്പോൾ 1ന്റെ സ്ഥാനം എത്രയായി? 11 ആയി മാറി. അപ്പോൾ 11 2 പോയാൽ എത്ര? 9. പോയിന്റ് ഇവിടെ 3 1 കടമെടുത്തത്. അപ്പോൾ ബാക്കി ഇവിടെ എത്രയുള്ളത്? 2 ആണ്. 2 2 കുറച്ചാൽ 0. അപ്പോൾ എത്ര വ്യത്യാസമാണ്? 0.91. മനസ്സിലായില്ലേ? അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 0.91 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ? 0.91 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ? അതെന്താണ് കിട്ടിയത്? ലംബവശങ്ങളുടെ തുക കർണത്തെക്കാൾ എത്ര കൂടുതലാണ്? അപ്പോൾ എത്ര കൂടുതലാണ്? ലംബവശങ്ങളുടെ തുക കർണത്തെക്കാൾ 0.91 സെന്റിമീറ്റർ കൂടുതലാണ്.
മനസ്സിലായില്ലേ? ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്നതിനേക്കാളും മുന്നേ ഇതിനേക്കാളും മുന്നത്തെ 2 പാർട്ട് 11ഉം പാർട്ട് 12ഉം കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. അത് കണ്ടിട്ട് ഈസി ആയിട്ടുള്ളത് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. നന്ദി, നമസ്കാരം.